വലൈക്കും അസ്സലാം വറഹമത്തുള്ള. അൽഹംദുലില്ലാ, നിങ്ങളെ ദ്വാൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ ഒരുവിധം റാഹത്തലുണ്ട്. പിന്നെ നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ വയസ്സായത് കൊണ്ടിട്ടോ അഥവാ മാറാത്ത രോഗം ബാധിച്ചത് കൊണ്ടിട്ടോ നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ ഓരോ നോമ്പിനനുസരിച്ച് ഒരു മുദ് അവർ നൽകണം. അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അവർ മുദ്ദാണ് കൊടുക്കേണ്ടത്. ഒരു മുദ് എന്ന് പറഞ്ഞാൽ നാം പണ്ടേ ഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി വരുന്ന തൂക്കം 650 ഗ്രാം. പലവരും പല നിലക്ക് കണക്ക് പറയാറുണ്ട്. എന്നാലും നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ഉലമാക്കൾ കണക്കാക്കി തിട്ടപ്പെടുത്തിയ ഒരു കണക്കാണ് 650 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ഒരു മുദ്. ഇനി ജാസ്തി ആയാലും കുഴപ്പമൊന്നുമില്ല, അതിനേക്കാൾ ജാസ്തിയും കൊടുക്കാം. എന്നാൽ നിർബന്ധമായ ഖദർ അതാണ്, ഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ 650 ഗ്രാം. അപ്പോൾ അത്ര കൊടുക്കണം ഓരോ നോമ്പിനനുസരിച്ച്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അപ്പോൾ അവർ മുദ്ദാണ് കൊടുക്കേണ്ടത്. വയസ്സായത് മൂലം, അതുപോലെ മാറാത്ത രോഗം പിടിപ്പെട്ടവർ, ഇവരൊക്കെ മുദ്ദാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഒരു വേള പിന്നീട് ഫ്യൂച്ചറിൽ അവർക്ക് സുഖമായി നോമ്പ് പിടിക്കാൻ കഴിഞ്ഞു, എന്നാലും അവർക്ക് അതിന് ഖളാ വീട്ടാനില്ല, അവർ മുദ്ദ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾ 9 വർഷമായി നോമ്പ് പിടിക്കാതെ എന്ന് പറഞ്ഞാൽ അപ്പോൾ 9 വർഷത്തിൻ്റെ മുദ്ദ് അദ്ദേഹം കൊടുക്കണം. പിന്നെ ഒരാൾ 1 വർഷത്തിൻ്റെ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 30 ദിവസമല്ലേ, അപ്പോൾ 30 ദിവസത്തിനനുസരിച്ച് ഓരോ മുദ്ദുകൾ അദ്ദേഹം കൊടുക്കണം. പിന്നെ വയസ്സ് കാരണം കൊണ്ടോ ഗുണം പ്രതീക്ഷിക്കാത്ത ബാധിച്ചത് കൊണ്ടോ നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ ഓരോ ദിവസത്തിനനുസരിച്ച് മുദ്ദ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അക്കൂട്ടത്തിൽ മുദ്ദ് കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും. അവർക്ക് നോമ്പ് പിടിക്കാനും കഴിയില്ല, അതുപോലെ മുദ്ദ് കൊടുക്കാനുള്ള വകയും ഇല്ല. എന്നാൽ അങ്ങനെയുള്ളവർ കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. കഴിവുള്ളവർ മാത്രം കൊടുത്താൽ മതി, കഴിവില്ലാത്തവർ കൊടുക്കണ്ട. പിന്നീട് അവർ കഴിവുള്ളവരായി എന്നാലും കൊടുക്കണ്ട. നോമ്പ് മുറിക്കുന്ന സമയത്ത് അവർക്ക് മുദ്ദ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഫക്കീർ മിസ്കീനന്മാർ പോലത്തെ ആളുകൾക്ക് കൊടുക്കണമെന്നില്ല.